നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നിനക്ക് എന്റെ അവസ്ഥ അറിയാലോ. ഏതായാലും പണം കൊടുത്ത് ഫോൺ കൈക്കലാക്കൽ നടക്കില്ല. പിന്നെയുള്ളത് അവനെ കൊല്ലുക എന്നുള്ളതാ. അവനെ കൊന്നിട്ടായാലും ആ ഫോൺ കൈക്കലാക്കണം. അതെ, ഞാൻ ആലോചിച്ചിട്ട് ആ ഒരു വഴിയേ മുന്നിലുള്ളൂ. ഒരുപക്ഷെ മഞ്ചാറിയുടെ വീട്ടുകാർ പോലും നിന്നെ ഒരു സംശയ കണ്ണുകൊണ്ട് നോക്കാത്തത് മഞ്ചാടിക്ക് നിന്നോടുള്ള വിശ്വാസം കൊണ്ട് മാത്രമാ. അത് മറക്കരുത്. അതെ, പക്ഷെ ഇങ്ങനൊരു പാര അതിനിടവരുമെന്ന് ഞാൻ കരുതിയില്ല. ഏതു വിധേനയും മഞ്ചാടിയുടെ വിശ്വാസം ഞാൻ നിലനിർത്തും. നിനക്ക് ഈ പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ടും അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ളൊരു വഴി നീ കാണാതിരിക്കോ? ഈശ്വരനായിട്ട് നിനക്ക് തന്ന അവസരമാ നീ നിന്റെ കഴിവുകളൊന്ന് തട്ടിത്തെറിപ്പിച്ചത്. നീ വെറുതെ എന്നെ സമാധാനങ്ങളായില്ലേ. ഞാൻ എന്തായാലും അവളെ ഒന്നുകൂടെ വിളിച്ചു നോക്കട്ടെ. എടുക്കുന്നില്ലല്ലോ. നീ ഒന്ന് ട്രൈ ചെയ്യും. എപ്പോഴെങ്കിലും എടുക്കാതിരിക്കത്തില്ലല്ലോ. സ്വിച്ച് ഓഫ് ആയി. എന്തോ പ്രശ്നമുണ്ട്. അച്ഛൻ നിന്നെ കോളേജിൽ വിട്ടിട്ട് തിരിച്ചു വരുമ്പോ ജീവൻ രാജനെ വിളിച്ചു നിർത്തി. നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു. മോളെ, നീ ഇരുട്ടത്ത് വന്നിരിക്കാതെ എന്നിട്ട് അപ്പുറത്തേക്ക് വാ. ഞാൻ വന്നോളാം. അല്ല, നിനക്ക് കഴിക്കാൻ ചപ്പാത്തി മതിയോ? ചേച്ചി, എന്താ മോളെ? എന്താ മോളെ? ചേച്ചി കോളേജിൽ വന്നപ്പോ ഗോകുല് നിരപരാധിയാണെന്ന് പറഞ്ഞല്ലേ?
അതിനെന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കിൽ ഞങ്ങൾ ഗോകുലിനെ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ തെളിവ് ഉടനെ തന്നെ കിട്ടും. ഗോകുല് നിരപരാധിയാണെങ്കിൽ ഗോകുലിന്റെ മറവിൽ രക്ഷപ്പെട്ടൊരു കുറ്റവാളി ഉണ്ടാവുമല്ലോ. അയാളെ പിടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആ മുഖംമൂടിയിട്ട ചെന്നായ ആര് തന്നെ ആയാലും ആ മുഖംമൂടി വലിച്ചു കീറുക തന്നെ ചെയ്യും. ഇത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്നെ പോലെ ഒരു പെൺകുട്ടിയും ഇനി ഇരയാവാൻ പാടില്ല. നീ വെറുതെ ആലോചിച്ച് വിഷമിക്കാതെ വാ, അങ്ങോട്ട് എഴുന്നേറ്റ് വാ. ആരാന്ന് പറഞ്ഞില്ല. ഞാൻ വിനയനെ വിളിച്ചിരുന്നു. ഫോൺ വാങ്ങാൻ വിനയന് അഡ്വാൻസും കൊടുത്തിരുന്നു. മുഴുവൻ കാശ് കയ്യില്ലാത്തതുകൊണ്ട് അന്ന് എനിക്ക് ഫോൺ വാങ്ങാൻ പറ്റിയില്ല. ആ അത്യാവശ്യമായിട്ട് എനിക്ക് മുംബൈ വരെ പോകേണ്ടി വന്നു. വന്നിട്ടത് വാങ്ങിക്കോളാന്ന് ഞാൻ വിനയനെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇപ്പത് വാങ്ങാൻ വന്നാ. അപ്പൊ ഇയാളുടെ കാര്യമാണോ വിനയേട്ടൻ പറഞ്ഞത്? ഇയാൾക്ക് ഫോൺ വിറ്റുന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ആ പറഞ്ഞത് കള്ളമായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ആ ഫോൺ വിനയേട്ടന്റെ കയ്യിൽ തന്നെ കാണും. ഒന്ന് വിനയനെ വിളിക്കാവോ? ഇപ്പൊ വിളിക്കാം. ആ ചിരോ ആരായിരുന്നു? വിനയേട്ടനെ കാണാൻ വന്നതാ. നീ അകത്തേക്ക് പോയിക്കോ. നിന്നോടാരാടാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഞാൻ കടയിൽ പോയിരുന്നു. ആ, ഞാൻ കട നേരത്തെ അടച്ചിരുന്നു. കാണാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. പോയിട്ട് എനിക്ക് അത്യാവശ്യമുണ്ട്. ആ, എന്തിനാ വന്നേ? ആഹാ, വിനയനത് മറന്നോ? ഞാനാ ഫോൺ വാങ്ങാൻ വന്നതാ. ആ, ഫോണോ? ആ, അത് ഞാൻ വേറൊക്കെ കൊടുത്തിരുന്നു. എന്ത് പണിയാ വിനയ നീ കാണിച്ച്? എനിക്കിത് വേണമെന്ന് പറഞ്ഞതല്ലേ? ആ, എടാ, പെട്ടെന്ന് അത് കൊടുക്കേണ്ടി വന്നു. നിനക്ക് ഫോൺ കിട്ടിയാ പോരെ? അതിലും നല്ലൊരു ഫോൺ ഞാൻ തരാം. നീ നാളെ കടയിലിട്ട് വാ. പക്ഷെ അത് ആ, എന്ത് പക്ഷേടോ, അതിലും നല്ല പുത്ത ഫോൺ കടയിൽ ഇരിപ്പുണ്ട്. അപ്പൊ പൈസ നീ നേരത്തെ പറഞ്ഞ വില തന്നാ മതി. പിന്നെന്താ? ഏതായാലും നീ ഇപ്പൊ ചെല്ലേ. ബാക്കി നമുക്ക് നാളെ കടയിൽ നിന്ന് സംസാരിക്കാം. ആ ശരി. ആ ശരി. ഞാൻ കഴിക്കാൻ എടുക്കട്ടെ. ഇവനൊക്കെ വരാൻ കണ്ടത്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സച്ചിയുമായിട്ടുള്ള നമ്മുടെ കണക്ഷൻ അണ്ണൻ സീരിയസ് ആയിട്ട് തന്നെ എടുത്തു. അതാണ് നാളെ തന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞത്. അമ്മാവന്റെ സംസാരത്തിലും അതുണ്ട്. മഞ്ചാടി അമ്മാവനെ ശരിക്കും വേദനിപ്പിച്ചെന്നാ തോന്നുന്നത്. അനുവിന് എല്ലാം അറിയാമായിരുന്നെന്ന് അണ്ണൻ അറിഞ്ഞോ? ഞാൻ ചോദിച്ചില്ല. അനുവും കൂടുതലൊന്നും വിട്ടു പറഞ്ഞില്ല. അമ്പിളിയും കുട്ടി ഞാൻ സച്ചി സാറിന്റെ വീട്ടിലേക്ക് പോയ കാര്യം അവളെ പറഞ്ഞു കാണുമെന്ന. ഏയ്, അങ്ങനെ ഒരു മണ്ടത്തരം അമ്പിളി കാണിക്കോ? അത് അമ്പിളിയുടെ കാര്യമല്ല, ഒന്നും പറയാൻ പറ്റില്ല. ആ, ഇനിയിപ്പോ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും അണ്ണൻ നമ്മളെ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കല്ലേ, നാളെ പോയി നേരിട്ട് കാണാം. പോയിട്ട് എന്ത് പറയുന്നുള്ള കാര്യത്തിൽ ഒരു ധാരണ വേണ്ടേ? മഞ്ചാടി അവിടെയുണ്ട്. അവളുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ കാണാം.
ഗോകുല് നിരപരാധിയാണെന്നുള്ള വിശ്വാസത്തിലാണ് സച്ചിയുടെ സഹായം സ്വീകരിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വിനയന്റെ കയ്യിലിരിക്കുന്ന ഫോണിന്റെ കാര്യം കൂടി നമ്മൾ പറയേണ്ടി വരും. അതും മതിയാവും തോന്നുന്നില്ല അങ്കിൾ. ആ ഫോൺ തന്നെ നമ്മൾ തെളിവായി നൽകിയാലേ ഇനി അമ്മാവനും മഞ്ചാടി നമ്മളെ വിശ്വസിക്കും. അതൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യങ്ങളല്ലല്ലോ രഘു.